നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് ഉള്ളത്. എല്ലാ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കണ്ണും കാതും എല്ലാം കർത്തവ്യ പഥിലേക്കാണ്. രാവിലെ 7:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി ദേശീയ പതാക ഉയർത്തുന്നതോടെ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് തുടക്കമാകും. അതോടൊപ്പം തന്നെ ദില്ലിയിൽ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കും. അതോടുകൂടിയിട്ടാണ് ഈ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് 9:30 നടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് ആരംഭിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും നമ്മൾ ആദ്യം അതിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഈ രാവിലെ 7:30 ഈ ഔദ്യോഗിക ചടങ്ങുകൾ ദേശീയ പതാക രാഷ്ട്രപതി ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്നത്. അപ്പോൾ മുതൽ തന്നെ നമ്മൾ ആ ഒരു റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ ഒരു തത്സമയ സംരക്ഷണത്തിലേക്കായിരിക്കും കടക്കുക. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്ന് പറയുന്നത് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്, വികസിത് ഭാരത്, വികസിത ഇന്ത്യ എന്നിവയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയോട് കൂടിയിട്ടാണ് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു ആശയത്തെക്കുറിച്ച് രാഷ്ട്രപതി പരാമർശിക്കുകയുണ്ടായി. ഈ വർഷത്തെ പരേഡിലെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിരോധ സേനയിലെ 2 വനിതാ സംഘങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നാരി ശക്തി തെളിയിക്കുന്ന ഒരു പരേഡാണ് 2024 കർത്തവ്യപഥിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ. ഏകദേശം 80% വനിതകളാണ് അണിനിരക്കുന്നത് ഈ പരേഡിൽ എന്നുള്ളതാണ് ആ ഒരു വലിയ പ്രത്യേകത. 144 പേർ അടങ്ങുന്ന ഒരു സംഘത്തിൽ വനിതാ സൈനികർ ആയിരിക്കും അണിനിരക്കുക. ഇതിൽ 60 പേർ കരസേനയിൽ നിന്നും ബാക്കിയുള്ളവർ എയർഫോഴ്സ്, നേവി എന്നിവയിൽ നിന്നുമുള്ളവരായിരിക്കും. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് 8 പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒ രാജഗോപാലിന് പത്മഭൂഷണും മരണാനന്തര ബഹുമതിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് പത്മഭൂഷണം നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റിപ്പോർട്ടുകളും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഇനി നമ്മൾ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ 8:30 ജില്ലാ കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ജില്ലയിലെ മന്ത്രിമാർ ഉയർത്തിക്കൊണ്ടായിരിക്കും സംസ്ഥാനത്തെ ഒരു ഔദ്യോഗിക പരിപാടികൾക്ക് ഒരു തുടക്കമാവുക എന്നുള്ളത്. പക്ഷേ ഔദ്യോഗികമായ സംസ്ഥാനത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ തുടക്കം 9 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുന്നതോടുകൂടിയാണ്. മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കും. അപ്പോൾ വർണ്ണാഭമായിട്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡ്, അതോടൊപ്പം തന്നെ ഈ റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കാഴ്ചകളിലേക്ക് നമുക്ക് എത്രയും വേഗം പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ നോക്കാം. അപ്പോൾ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. ആഘോഷ നിറവിലാണ്. 7:30 കർത്തവ്യ പഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുടക്കമാകും. ദേശീയ യുദ്ധ സ്മാരകത്തിൽ സൈനിക മേധാവികളും മന്ത്രിമാരും പുഷ്പചക്രം സമർപ്പിക്കും. 10 മണിയോടെയാണ് പ്രധാനമന്ത്രി യുദ്ധ സ്മാരകത്തിലെത്തുക. 10:30 പരേഡ് ആരംഭിക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത്തവണ പരേഡിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ രാജ്യത്ത് എത്തിയിരുന്നു. രാജസ്ഥാനിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ അദ്ദേഹം വന്നിറങ്ങി. പ്രധാനമന്ത്രിയോടൊപ്പം ജന്തർ മന്ദിർ
അടക്കം സന്ദർശിക്കുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത്തവണത്തെ അതിഥിയായി നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുക. പരേഡിൽ ഇത്തവണയും കേരളത്തിന്റെ ഫ്ലോട്ട് ഇടം പിടിച്ചില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സുവി വിശ്വനാഥൻ നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സുവി, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണ് രാജ്യം. ഇന്ന് നമ്മുടെ കണ്ണും കാതും എല്ലാം ആ കർത്തവ്യ പഥിലെ അതിമനോഹരമായ സംസ്കാരത്തിൻ്റെ വൈവിധ്യം നിറഞ്ഞ നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ആ ഒരു പരേഡ് കാണാൻ ആയി ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാരീ ശക്തി വിളിച്ചോതുന്ന ഒരു പരേഡായിരിക്കും ഇത്തവണത്തെ എന്നുള്ളതായിരിക്കും വലിയൊരു പ്രത്യേകത, അല്ലേ സുവി? വെരി ഗുഡ് മോർണിംഗ് ആര്യ. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആര്യയ്ക്ക് ഞാൻ റിപ്പബ്ലിക് ഡേ ദിനാശംസകൾ നേരുകയാണ്. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഇന്ന് രാവിലെ 7:30 ചടങ്ങുകൾ തുടങ്ങുക. 7:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ദേശീയ പതാക ഉയർത്തും. കർത്തവ്യ പഥിലാണ് അവർ ദേശീയ പതാക ഉയർത്തുക. അതോടുകൂടിയാണ് ഔദ്യോഗികമായ ഒരു തുടക്കമാവുക. ഏതായാലും അഭിമാന നിമിഷങ്ങളിലാണ് രാജ്യം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1949 ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിന് വേണ്ടി രൂപം കൊടുക്കുന്നത്. അതിനുശേഷം 1950 രാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആവുന്നത്. ഇത്രയും നീണ്ട വർഷക്കാലം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരാൻ സാധിച്ചു എന്നതിൽ ഓരോ ഇന്ത്യക്കാരും അഭിമാനിക്കുകയാണ്. ആ അഭിമാന നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തവണ നാരി ശക്തി പ്രകടമാക്കുന്നതാണ് ഈ വർണ്ണാഭമായ പരേഡുകൾ എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 80% വനിതകളാണ് ഇത്തവണ പരേഡിൽ അണിനിരക്കുന്നത്. അതിൽ സൈനിക വിഭാഗത്തിൻ്റെതും അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങളെല്ലാം തന്നെ നയിക്കുന്നത് വനിതകളാണ്. ഒപ്പം തന്നെ ഫ്ലൈ പാസ്റ്റിനും നേതൃത്വം നൽകുന്നത് വനിതകളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഫ്ലൈ പാസ്റ്റിൽ 15 വനിതാ പൈലറ്റുമാരാണ് പങ്കെടുക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഏതായാലും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് വേണ്ടി രാജ്യം ഒരുങ്ങിയിരിക്കുകയാണ്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. കർത്തവ്യപഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലെത്തി പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തു. ഏതായാലും സൈനിക ശക്തി വിളിച്ചോതുന്നതും സാംസ്കാരിക വൈവിധ്യം തുളുമ്പുന്നതുമായ പരേഡുകളാണ് അണിനിരക്കുന്നത്. 16 സംസ്ഥാനങ്ങളാണ് ഇത്തവണ ഫ്ലോട്ടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ 9 മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ISROയുടെ ഒരു ഫ്ലോട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചന്ദ്രയാൻ ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വലിയ ഒരു നേട്ടം കൈവരിച്ച വർഷം കൂടിയായിരുന്നു കടന്നുപോയത്. അതിൻ്റെ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് ഓർമ്മ പുതുക്കിക്കൊണ്ട് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോട്ടുമായി ISRO വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ് ഇത്തവണത്തെ മുഖ്യാതിഥി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്. അദ്ദേഹമാണ് ഇത്തവണത്തെ മുഖ്യാതിഥി. അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും മറ്റും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. 3 സേനാ വിഭാഗങ്ങൾക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും പുറമെ NCC NSS കാഡറ്റുകൾ, ഡൽഹി പോലീസ്, സൈനിക ബാൻഡുകളും ഇത്തവണത്തെ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. അത്യാധുനിക ആയുധങ്ങളുടെയും ടാങ്കുകളുടെയും പ്രദർശനവും ഈ ഫ്ലോട്ടുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 26 ഫ്ലോട്ടുകളാണ് അണിനിരക്കുന്നത്. 16 സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, ഝാർഖണ്ഡ്, ലഡാക്ക്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഫ്ലോട്ടുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു പുറമെ 9 മന്ത്രാലയങ്ങളുടെ ഫ്ലോട്ടുകളും ഇത്തവണ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിൻ്റെ നാരീ ശക്തി പ്രതിഫലിപ്പിക്കുന്നതാണ് പരേഡിലുള്ളത്. 80%, ഞാൻ നേരത്തെ പറഞ്ഞു, 80% വനിതകളാണ് പങ്കെടുക്കുന്നവരുള്ളത്. സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളെ നയിക്കുന്നതും ഈ വനിതകളാണ്. പ്രതിരോധ വിഭാഗത്തിൻ്റെ 2 സേനാ യൂണിറ്റുകളും ഇത്തവണത്തെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന 2 സേനാ യൂണിറ്റുകളും ഇത്തവണത്തെ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലും വനിതാ ഓഫീസർമാർ തന്നെയാണ് പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പരേഡിൽ അണിനിരക്കുന്ന
90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ 2 റഫേൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ആകാശത്ത് ഫ്ലൈ പാസ് നടത്തും എന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഒപ്പം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ 100 വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖനാദത്തോടു കൂടിയാണ് പരേഡിന് തുടക്കമാവുക. വിജയ് ചൗക്കിൽ നിന്ന് 9:30 ഈ പരേഡ് ആരംഭിക്കുക. അത് 5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നാഷണൽ മ്യൂസിയത്തിൽ എത്തുക. CRPF, SSB, IDBP, വനിതാ സേനാംഗങ്ങൾ, ബൈക്ക് അഭ്യാസ പ്രകടനം എന്നിവയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. 6 വയസ്സുകാരനടക്കം പ്രധാനമന്ത്രിയുടെ ബാൽ പുരസ്കാരം നേടിയ 18 പേരും ഈ തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കനത്ത സുരക്ഷയിൽ അഭിമാന നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ദ്രൗപദി മുർമു 7:30 ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് പുതിയ ഔദ്യോഗികമായ ഒരു തുടക്കമാവുക. സുവി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ അത്. കഴിഞ്ഞ ദിവസം ഈ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുമ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് ഉണ്ടായത്. പ്രധാനമായും അതായത് ഇത്തവണത്തെ നമ്മുടെ ഈ ഒരു റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ പ്രധാന സന്ദേശമായി ഒരു മോട്ടോയായി എടുത്തു കാണിക്കുന്നത് നമ്മൾ ഇന്ത്യ ഈ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന രീതിയിൽ എന്ന തരത്തിലാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ റെപ്രസെന്റ് ചെയ്യപ്പെടേണ്ടത്. അത്തരത്തിൽ തന്നെയാണ് ചെയ്തു പോരുന്നതും. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായും രാഷ്ട്രപതി പറയുകയുണ്ടായത്. അതോടൊപ്പം രാജ്യത്തിന്റെ മുന്നോട്ടുള്ള വികസനത്തിന്റെ കുതിപ്പും അതിനായി ഓരോ പൗരന്മാരും എത്രത്തോളം പ്രയത്നിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ രാഷ്ട്രപതി പറഞ്ഞു പോവുകയുണ്ടായി. അതോടൊപ്പം പ്രധാനമായും മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പരാമർശിച്ചിട്ടുള്ളത്? അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി തരാമോ സുവി? ആര്യ, റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഇന്നലെ വൈകിട്ടാണ് ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്തത്. ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത ഇന്ത്യ എന്നതായിരുന്നു ആശയം. ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് ദ്രൗപദി മുർമു സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് അവർ ഔദ്യോഗികമായി ദേശീയ പതാക ഉയർത്തുകയും ചെയ്യും. ദ്രൗപദി മുർമു ആണ് ഈ ദേശീയ പതാക ഉയർത്തുക, രാഷ്ട്രപതി. അത് 7:30 ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യുക. ആര്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം രാജ്യത്തെ തലസ്ഥാനത്തെ ഡൽഹിയിലെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഔദ്യോഗിക ചടങ്ങുകൾ എന്നുള്ളതിൻ്റെ ഒരു വിശദമായ വിവരണമാണ് സുവി വിശ്വനാഥൻ നൽകിയത്. ഇനി നമ്മൾ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ നടക്കുക. രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. മുഖ്യമന്ത്രി ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. ജില്ലകളിൽ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്ന് ഇന്ന് വൈകിട്ടാണ് നടക്കുക. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ക്ഷണമുണ്ട്. വിവരങ്ങളുമായി വി വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിന ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തും വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഔദ്യോഗികമായ ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. അവിടെ ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. മറ്റൊന്ന് വൈകുന്നേരത്തെ ഈ ഗവർണർ വിളിച്ചു ചേർക്കുന്ന ഈ ഒരു റിപ്പബ്ലിക് ദിന വിരുന്നാണ്. ഈ വിരുന്നിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ക്ഷണമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ വിനോദ്? ആര്യ, റിപ്പബ്ലിക് ദിന ആശംസകൾ ഇന്ന് രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ, റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ സംസ്ഥാനത്തും പ്രൗഢമായ ചടങ്ങുകൾ തന്നെയാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിന് അഭിവാദ്യം സ്വീകരിക്കുന്ന ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളായിരിക്കും ഈ പരേഡിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ഭാരതീയ വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും. തിരുവനന്തപുരത്തെ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വൈകിട്ട് ഗവർണറുടെ വിരുന്ന് ഉള്ളത്.
അതിൽ ഇപ്പോഴത്തെ സംസ്ഥാന രാഷ്ട്രീയം കൂടി ഇന്നത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗമുണ്ടായിരുന്നു. ഗവർണർ പങ്കെടുത്തെങ്കിലും ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം വായിച്ച് മടങ്ങുകയായിരുന്നു. അതിൽ വലിയ പ്രതിഷേധം സർക്കാരിനുണ്ട്, വലിയ വിമർശനം സർക്കാർ കേൾക്കേണ്ടിയും വരുന്നു. സർക്കാർ ഗവർണർ പോരിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ഒരു സംഭവം വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന കാര്യം ചോദ്യമായി ഉയരുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നത്തെ വിരുന്നിൽ പങ്കെടുത്തേക്കില്ല എന്ന കാര്യമാണ്. വിട്ടുനിൽക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇനി മന്ത്രിമാരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ ഇതിൽ പങ്കെടുക്കുമോ അക്കാര്യം വ്യക്തമല്ല. എന്നിരുന്നാലും മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യത ആണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു പശ്ചാത്തലം, മാസങ്ങളായി നീളുന്ന അല്ലെങ്കിൽ കുറെ കാലമായി നീണ്ടു നിൽക്കുന്ന ഗവർണർ സർക്കാർ പോര്, മുഖ്യമന്ത്രി ഗവർണർ ഏറ്റുമുട്ടൽ, ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വിരുന്നിൽ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ആര്യ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ഈ റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വർഷവും പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയിട്ടാണ് 2024 പത്മ പുരസ്കാര പ്രഖ്യാപനം എത്തിയത്. 8 പേർക്കാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ചത്. അതോടൊപ്പം BJP നേതാവ് ഒ രാജഗോപാലിന് പത്മഭൂഷണും മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷണും ലഭിച്ചു. വൈജയന്തി മാല ബാലി, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം എന്നിവർക്കും മരണാനന്തര ബഹുമതിയായി ബിന്ദേശ്വർ പഥക്കിനും പത്മവിഭൂഷൺ ലഭിച്ചു. വിജയകാന്ത്, ഫാത്തിമ ബീവി, തോഗ്ഡൻ റിംബോച്ചെ, സത്യബ്രത മുഖർജി എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു. ഹോർമൂസ് ജി എൻ കാമ, മിഥുൻ ചക്രവർത്തി, സീതാറാം ജിന്ദാൽ, യങ് ലിയു, അശ്വിൻ ബാൽചന്ദ് മേത്ത, റാം നായിക്, തേജസ് മധുസൂദൻ പട്ടേൽ, ദത്താത്രേയ് അംബദാസ് മായാളു, പ്യാരേലാൽ ശർമ്മ, ചന്ദ്രേശ്വർ പ്രസാദ് താക്കൂർ, ഉഷ ഉദുപ്പ്, കുന്ദൻ വ്യാസ് എന്നിവർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണനും ഗൗരി ലക്ഷ്മി ഭായിക്കും, തെയ്യം കലാകാരൻ EP നാരായണനും, കാസർകോട്ടെ നെൽ കർഷകനായ സത്യനാരായണ ബലേരി എന്നിവർ ഉൾപ്പെടെ 10 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. 2024 സൈനിക പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. 5 മലയാളികൾ ഉൾപ്പെടെ 22 സൈനികർ പരം വിശിഷ്ട സേവാ മെഡലിന് അർഹരായി. 6 സൈനികർക്ക് കീർത്തിചക്ര, 3 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് കീർത്തിചക്ര സമ്മാനിക്കുന്നത്. 4 സൈനികർ ഉത്തം യുദ്ധ സേവാ മെഡൽ അർഹത നേടി. 8 പേർക്ക് ശൗര്യചക്രയും 53 പേർക്ക് സേനാ മെഡലും 80 പേർക്ക് വിശിഷ്ട സേവാ മെഡലും ലഭിച്ചു. മലയാളികളായ ലഫ്റ്റനന്റ് ജനറൽമാരായ P ഗോപാലകൃഷ്ണ മേനോൻ, അരുൺ അനന്തനാരായണൻ, അജിത് നീലകണ്ഠൻ, മാധവൻ ഉണ്ണികൃഷ്ണൻ നായർ, ജോൺസൺ P മാത്യു എന്നിവർക്കാണ് പരമവിശിഷ്ട സേവാ മെഡൽ ലഭിച്ചത്. ലഫ്റ്റനന്റ് ജനറൽ S ഹരിമോഹൻ അയ്യർക്ക് അതിവിശിഷ്ട സേവാ മെഡലും, മേജർ ജനറൽ വിനോദ് ടോം മാത്യു, എയർ വൈസ് മാർഷൽ ഫിലിപ്പ് തോമസ് എന്നിവർക്ക് അതിവിശിഷ്ട സേവാ മെഡലും, കേണൽ അരുൺ ടോം സെബാസ്റ്റ്യനും ജോൺ ഡാനിയലിനും യുദ്ധസേവാ മെഡലും ലഭിച്ചു. ചരിത്രത്തിലേറെ സവിശേഷതകളുള്ള യുദ്ധമായിരുന്നു 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. സർവ്വസന്നാഹങ്ങളുമായി എത്തിയ പാകിസ്ഥാൻ പട്ടാളത്തെ കേവലം 6 ദിവസം കൊണ്ടാണ് രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ നിന്ന് ഇന്ത്യൻ സൈന്യം തുരത്തി ഓടിച്ചത്. കേവലം 120 പേർ മാത്രമടങ്ങിയ ചെറു സൈന്യമായിരുന്നു ഇന്ത്യക്ക് അന്ന് യുദ്ധവിജയം നേടിക്കൊടുത്തത്. 1971 യുദ്ധം നടന്ന ലോങ്കേവാലയിൽ നിന്ന് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ G ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ലോകത്തിന്റെ യുദ്ധ ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടിയ ശ്രദ്ധേയമായ ഇടം നേടിയ ഒന്നായിരുന്നു 1971 നടന്ന ലോങ്കേവാല യുദ്ധം. പാകിസ്ഥാൻ സർവ്വസന്നാഹങ്ങളുമായി ലോങ്കേവാലയിൽ, അതായത് രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയിലേക്ക് കടന്നു കയറുകയായിരുന്നു. ഇത് ചരിത്രത്തിൽ ഇടം നേടിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
വളരെ ചെറിയൊരു സേനാ അംഗങ്ങളുടെ പിൻബലത്തോടെയാണ് ഇന്ത്യ പാകിസ്ഥാനെ തുരത്തിയത്. ഏതാണ്ട് 6 ദിവസം മാത്രമാണ് ഈ യുദ്ധം നടക്കുകയും ചെയ്തത്. ഇന്ത്യൻ സൈനികരുടെ ധൈര്യപൂർവ്വമുള്ള ബുദ്ധിപൂർവ്വമുള്ള ഇടപെടലാണ് അന്ന് യുദ്ധവിജയം സാധ്യമാക്കിയത്. ലോങ്കേവാല യുദ്ധം നടന്ന ചരിത്രഭൂമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മേജർ കുൽദീപ് സിംഗ് ചാന്ദ്പുരിയുടെ നേതൃത്വത്തിലുള്ള വളരെ ചെറിയൊരു സംഘം, അതായത് 120 പേരടങ്ങുന്ന സംഘമാണ് അന്ന് പാകിസ്ഥാൻ സേനയെ തുരത്തി അയച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അതിർത്തി പ്രദേശത്തേക്ക് അന്ന് കാര്യമായ റോഡ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മറ്റ് സേനാ വിഭാഗങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്തി പാകിസ്ഥാൻ സേനയെ നേരിടാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് റെജിമെന്റിന്റെ കീഴിലുള്ള ഈ ചെറിയ സേനാ വിഭാഗം തന്ത്രപരമായി പാകിസ്ഥാൻ സേനയെ തുരത്തി ഓടിക്കുകയായിരുന്നു. വളരെ കുറച്ച് പേർ, ഏതാണ്ട് 10-ൽ താഴെ ആളുകൾ മാത്രമാണ്, വീരന്മാരെ മാത്രമാണ് അന്ന് ഭാരതത്തിന് നഷ്ടമായത്. പക്ഷേ ഏതാണ്ട് 200-ലധികം ആളുകൾക്ക്, സേനാ അംഗങ്ങൾക്ക് പാകിസ്ഥാൻ സേനയ്ക്ക് നഷ്ടമാകുകയും ചെയ്തു. അതാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് 6 ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ലോങ്കേവാല ഇന്നൊരു ചരിത്ര സ്മാരകമാണ്. ഇവിടെ എത്തുന്നവർക്ക് ഈ യുദ്ധം നടന്ന സ്ഥലം ഉൾപ്പെടെ കാണാൻ സാധിക്കും. അന്ന് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ടാങ്കുകളടക്കം ഇന്ത്യൻ സേന പിടിച്ചെടുത്തു. ഇതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ധീര ദേശാഭിമാനികളുടെ, ധീര സൈനികരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയും ഇവിടെ, പ്രതിമകൾ ഉൾപ്പെടെ ഇവിടെ കാണാം. അന്ന് കേവലം 4 യുദ്ധവിമാനങ്ങൾ മാത്രമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് 2 വിമാനങ്ങൾ ഒരുമിച്ചെത്തി പാക് അതിർത്തി വഴി കടക്കുകയും ബോംബ് വർഷിക്കുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെ 2 വിമാനങ്ങൾ വരുന്നു. അങ്ങനെ തുരുതുരാ നടത്തിയ ആക്രമണം, ഇന്ത്യയുടെ ആക്രമണം കാരണം പാകിസ്ഥാൻ സേന ഇന്ത്യക്ക് കൂടുതൽ യുദ്ധസന്നാഹങ്ങളുണ്ടെന്നും കൂടുതൽ യുദ്ധവിമാനങ്ങളുണ്ടെന്നും തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്തത് സൈക്കോളജിക്കലായി, മനഃശാസ്ത്രപരമായി പാകിസ്ഥാൻ സേനയെ തിരിച്ചടിക്ക് ഒരു കാരണമായി ഇന്ത്യൻ സേന വിലയിരുത്തുന്നു. ലോങ്കേവാല ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരേ ഒരു ജലസ്രോതസ്സായിരുന്നു ഈ കിണർ. ഈ കിണർ ഈ യുദ്ധശേഷം ഈ പാകിസ്ഥാൻ സേന ഉപേക്ഷിച്ച് മടങ്ങി. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ, അതായത് ഇവിടെയുള്ള ഗ്രാമവാസി തന്നെ കണ്ടത് പാകിസ്ഥാൻ സേന ഇതിൽ വിഷം കലർത്തിയാണ് കളഞ്ഞത് എന്ന് കണ്ട് ഈ കിണർ ഇപ്പോഴും ഈ സൈന്യം ഈ യുദ്ധസ്ഥലത്ത് സംരക്ഷിത സ്മാരകമായി സൂക്ഷിക്കുകയാണ്. നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു. അന്ന് 1971 രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. 1971 രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കേവലം 120 ജവാന്മാരാണ് ഇന്ത്യക്കായി പൊരുതിയത്. അതിർത്തിയിൽ വേണ്ടത്ര സന്നാഹങ്ങൾ ഇല്ലാത്തത് വേഗത്തിൽ മറ്റ് സൈനിക സംവിധാനങ്ങൾക്ക് എത്തുന്നതിനും തിരിച്ചടിയായിരുന്നു. ഇന്ന് പക്ഷേ അതിർത്തിയിലേക്ക് വളരെ വേഗത്തിലെത്താൻ പാകത്തിൽ ഇവിടുത്തെ റോഡുകൾ സജ്ജമാണ്. യുദ്ധവിമാനങ്ങൾ പോലും ഇറങ്ങാൻ പാകത്തിലാണ് മരുഭൂമിയിലെ അതിർത്തിയിൽ ഇന്ത്യയുടെ റോഡുകളുള്ളത്. അതിലേക്ക് ഒരാൾ പോലും താമസമില്ലാത്ത ഈ മരുഭൂമിയിൽ എന്തിനാണ് ഇത്രയും ആധുനികമായ റോഡുകൾ? ഇതുവഴി സഞ്ചരിക്കുമ്പോൾ ഒരു നിമിഷം അങ്ങനെ ഒരു തോന്നലുണ്ടാകാം.
ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ ചരിത്രത്തിലേക്ക് കൂടി നടന്നു പോകണം. അടിസ്ഥാന സൗകര്യ മേഖലയിൽ പിന്നിൽ നിന്നിരുന്ന അതിർത്തി മേഖലയാണ് 1971 യുദ്ധത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളിയായത്. അന്ന് വേഗത്തിൽ കൂടുതൽ സൈന്യമെത്താൻ കഴിയാതിരുന്നത് മനസാന്നിധ്യം കൊണ്ടും തന്ത്രപരമായ ഇടപെടൽ കൊണ്ടുമാണ് ഇന്ത്യൻ സൈന്യം മറികടന്നത്. ഇന്ന് സ്ഥിതിഗതികൾ ആകെ മാറി. ആവശ്യമെങ്കിൽ യുദ്ധവിമാനങ്ങൾ പോലും അനായാസം ഇറങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യൻ അതിർത്തിയിലെ റോഡുകൾ. റോഡുകളുടെ മനോഹര കാഴ്ചയ്ക്കൊപ്പം മരുഭൂമിയിലെ അനന്തതയും ഈ യാത്രയിൽ ആസ്വദിക്കാം. 1971 ലോങ്കേവാല യുദ്ധത്തെ ആസ്പദമാക്കിയെടുത്ത ബോർഡർ സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഏതായാലും അതിർത്തിയിൽ സർവ്വസജ്ജമാണ് നമ്മുടെ സേന എന്ന് ഇവിടെ എത്തിയാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബോധ്യമാകും. ബൗലിയാനിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഇനി നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിച്ചു പോകാം. മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ 21 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാകാനല്ലാതെ ഇവർക്ക് കോളേജിൽ പ്രവേശിക്കാനാകില്ല. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചി മഹാരാജാസ് കോളേജിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 21 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാലയളവിലേക്കായിരിക്കും ഇവരുടെ സസ്പെൻഷൻ. അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാകാനല്ലാതെ ഇവർക്ക് കോളേജ് ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കാനാകില്ലെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. 18 കോളേജ് കൗൺസിൽ യോഗത്തിലായിരിക്കും തീരുമാനം ഇപ്രകാരമുള്ള ഈ ഉത്തരവ്. എന്നാലും SFI യൂണിറ്റ് സെക്രട്ടറിയും 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ അബ്ദുൽ നാസറിനെ മർദ്ദിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കുത്തുകയും ചെയ്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 13 KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിൽ, അതായത് അബ്ദുൽ നാസറിനെ മർദ്ദിച്ച കേസിലെ 2ാമത്തെയും 3ാമത്തെയും പ്രതിയായ വിദ്യാർത്ഥികൾ മുഹമ്മദ് ഫയാസിനെയും ബിലാലിനെയും മാരകമായി ഉപദ്രവിച്ചു. അതായത് ഇവർ ചികിത്സയ്ക്കായി ജനറൽ ആശുപത്രിയിൽ വന്നപ്പോൾ ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ഉള്ളിൽ കയറി മർദ്ദിച്ച SFIയിലെ 8 വിദ്യാർത്ഥികളെയും കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 21 പേരെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലടക്കം കടുത്ത നടപടികളാണ് കോളേജ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് ശേഷം കോളേജിന്റെ ഗേറ്റ് അടയ്ക്കും. ID കാർഡ് ഇല്ലാതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാടാണ് കോളേജിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൂടുതൽ വാർത്തകളിലേക്കും റിപ്പബ്ലിക് ദിന കാഴ്ചകളിലേക്കും ഒക്കെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രായം കൂടുന്തോറും പ്രഭാത കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ കർഷകർ വളരെ പ്രയാസപ്പെട്ട് കൃഷി ഇറക്കി അത് നൂറുമേനി വിളയണമെന്നുള്ള ആഗ്രഹത്തോടെ പരിശ്രമിച്ചാൽ പോലും ഈ അപ്രതീക്ഷിതമായി എത്തുന്ന മഴക്കെടുതിയൊക്കെ വളരെ വലിയ കൃഷിനാശമാണ് അവർക്ക് സമ്മാനിച്ചു പോകുന്നത്. പക്ഷേ ഈ ദുരിതത്തിൽ നിന്ന് കരകയറുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. കൃത്യസമയത്ത് ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതാണ് വലിയൊരു പ്രശ്നമായി മാറുന്നത്. എന്തായാലും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നില്ല, അത്തരത്തിൽ വൈകുന്നു എന്നുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. 2.5 വർഷത്തിലേറെയായി നഷ്ടപരിഹാര വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൽ പലർക്കും അനുവദിച്ചിട്ടുള്ളത് തുച്ഛമായ തുകയാണെന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 25,80,000 രൂപയാണ്. ആ റിപ്പോർട്ട് കണ്ടുവരാം. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് ദുരിതക്കാഴ്ചകളാണ്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നി വിളയിച്ച ഭൂമി നിമിഷനേരം കൊണ്ടില്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കാർഷിക രംഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് 2023. എന്നാൽ നാളിതുവരെയും 1 രൂപ പോലും ഒരു കർഷകനും
നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 2023 ഇടുക്കിയിലാകെ 400 അപേക്ഷകളിലായി 25,80,000 പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,35,000 രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4,15 ലക്ഷത്തിലധികവും, ഇളംദേശം ബ്ലോക്കിൽ 3,77,000 കട്ടപ്പനയിൽ 3,43,000 രൂപയും വിതരണം ചെയ്യണം. നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി ബ്ലോക്കുകളിൽ 1,00,000 രൂപയുണ്ട്. 1,00,000 രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ്. ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നോക്കൂത്തിയായി, വെറും ഒരു നോക്കൂത്തിയായി നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലെ എന്തെങ്കിലും ഒരു സഹായം ജനങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് അതൊരു വലിയ സഹായം തന്നെയായിരിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് നഷ്ടത്തിന് ആനുപാതികമായി തുക ലഭിക്കാറില്ല. അനുവദിക്കുന്ന തുക പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള യാത്ര നാളെ കാസർഗോഡ് തുടക്കമാവുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യവും യാത്രയ്ക്കുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കേരള യാത്ര പര്യടനം നടത്തും. കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. NDA ദേശീയ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. BJP ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള നദ്ദയുടെ ജില്ലയിലെ ആദ്യ സന്ദർശനം കൂടിയാണ് ഇത്. ഇപ്രാവശ്യം ഒരു ലോകസഭാ മണ്ഡലത്തിൽ ഒരു 10 കിലോമീറ്റർ അടങ്ങുന്ന ഒരു പദയാത്ര, പിന്നീട് അടുത്ത ലോകസഭാ മണ്ഡലത്തിൽ പോകും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പദയാത്ര നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൻ്റെത് താളിപ്പടപ്പ് മൈതാനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 7 കിലോമീറ്റർ നടന്ന് മേൽപ്പറമ്പിൽ സമാപന യോഗം നടക്കും. അതുപോലെ ഉദ്ഘാടന സഭയ്ക്കാണ് ഇപ്രാവശ്യം പ്രാധാന്യത നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന സദസ്സിൽ എല്ലായിടത്തും കൂടി ദേശീയ മന്ത്രികളും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രികളും അല്ലെങ്കിൽ ദേശീയ നേതാക്കളുണ്ടാവും. സമാപന യോഗത്തിൽ NDAയുടെ സംസ്ഥാന നേതാക്കളുണ്ടാവും. യാത്രയുടെ ഭാഗമായി മത, സാമുദായിക, സാംസ്കാരിക നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ടാകും. മേൽപ്പറമ്പിലാണ് ആദ്യ ദിന സമാപനം. 29-ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 30-ന് വയനാട്ടിലും 31-ന് വടകരയിലും പദയാത്ര കടന്നുപോകും. ന്യൂസ് 18 കാസർഗോഡ്. കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിക്കുന്ന ഒരു നടപടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നയപ്രഖ്യാപന പ്രസംഗം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ടാണ് 2 മിനിറ്റിൽ താഴെ നിർത്തിക്കൊണ്ടാണ് ഗവർണർ ഇന്നലെ മിനിറ്റുകൾക്കുള്ളിൽ സഭ വിട്ടത്. ഈ പ്രസംഗം ചുരുക്കിയതിൽ വലിയ വിമർശനങ്ങളിലേക്ക് കടക്കേണ്ട എന്നുള്ളതാണ് CPM-ന്റെയും അതോടൊപ്പം LDF മുന്നണിയിലെയും ഒരു നിലപാട് എങ്കിൽ പോലും ഈ ഗവർണറെ വിമർശിച്ചിപ്പോൾ മന്ത്രി VN വാസവൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇങ്ങനെയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടിയിരുന്നത്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് പല കാര്യങ്ങളിലും ഗവർണർ സ്വീകരിക്കുന്നത് എന്നും മന്ത്രി VN വാസവൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര വിരുദ്ധ സമരത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ഉയർത്തുന്നത് അനാവശ്യ വിമർശനങ്ങളെന്നും മന്ത്രി VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഗവർണർ നയപ്രഖ്യാപനം ചുരുക്കിയതിൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രതികരണമാണ് VN വാസവന്റേതായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം EP ജയരാജനും ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഗവർണർ സർക്കാർ പോര് അസാധാരണമായ തലത്തിൽ മറ്റൊരു രീതിയിലേക്ക് നീങ്ങുന്നതിനിടയിൽ നിലപാട് വ്യക്തമാക്കി മന്ത്രി VN വാസവൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഒരു നയപ്രഖ്യാപന പ്രസംഗ ദിനത്തിൽ ഇന്നേ വരെ കേരള നിയമസഭ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നടപടി സർക്കാർ ഏത് തലത്തിലായിരിക്കും നോക്കിക്കാണുക? നാളിതുവരെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഗവർണർ സഭ വിട്ടു പോവുകയാണ് ഉണ്ടായത്. ആദ്യ വാചകങ്ങൾ വായിച്ചു, അവസാന ഖണ്ഡിക വായിച്ചു. ഭരണഘടനാപരമായ ബാധ്യത അദ്ദേഹം നിറവേറ്റി. പക്ഷേ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയായിരുന്നില്ല. സഭയോടുള്ള ഒരു അനാദരവെന്ന് വേണേൽ പറയാവുന്ന രൂപത്തിലാണ് ആ സമീപനങ്ങൾ പൊതുവിലുണ്ടായിട്ടുള്ളത്. അദ്ദേഹം എടുത്തത്. എന്നാൽ ഭരണഘടനാപരമായ ബാധ്യത നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യവും വായിച്ചു, അവസാനവും വായിച്ചു. അപ്പോൾ
ബാക്കി രേഖകൾ എല്ലാവർക്കും കയ്യിൽ കൊടുക്കുന്നു. ഇതുവരെ നാളിതുവരെ സഭയുടെ ചരിത്രത്തിൽ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് അവതരിപ്പിച്ചു പോയ ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുവിൽ അത് സഭ ഒരു അനാദരവായി കാണുന്നു എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഈ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുക്കി അതിന് കാരണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പിടിവിടാതെയുള്ള നീക്കങ്ങളാണ് എന്നുള്ള വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. താങ്കളത് അംഗീകരിക്കുന്നുണ്ടോ? പ്രതിപക്ഷം എല്ലാ കാര്യത്തിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുവരെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ പൊതുവെ പരിശോധിച്ചാൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എന്തിനേയും കുറ്റപ്പെടുത്തുകയും എന്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ശൈലിയാണ് കേരളത്തിലെ പ്രതിപക്ഷം. അവർ ക്രിയാത്മക പ്രതിപക്ഷമല്ല. ക്രിയാത്മക പ്രതിപക്ഷമാണെങ്കിൽ സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പൊതുവിൽ ഗവൺമെന്റ് സ്വാഗതം ചെയ്യും. എന്നാൽ എന്തിനേയും ഏതിനേയും അനവസരത്തിൽ എതിർക്കുകയും അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ശൈലി സ്വീകരിക്കുന്ന പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിൽ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. എത്രയോ നല്ല പ്രോജക്റ്റുകൾ ഗവൺമെന്റ് കൊണ്ടുവന്നു. വികസന രംഗത്തും ക്ഷേമപ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെന്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും എതിർക്കുകയും അവസാനം അവരെ പല കാര്യങ്ങളിൽ ഇപ്പോൾ കേരളീയം പരിപാടിയിൽ ക്ഷണിച്ചു, അത് ബഹിഷ്കരിച്ചു. നമ്മുടെ ലോക കേരള സഭ സംഘടിപ്പിച്ചു, അത് ബഹിഷ്കരിച്ചു. നവകേരള സദസ്സ് സംഘടിപ്പിച്ചു, അത് ബഹിഷ്കരിച്ചു. നമ്മൾ കരുതലും കൈത്താങ്ങുന്ന അദാലത്ത് പരിപാടി സംഘടിപ്പിച്ചു, അത് ബഹിഷ്കരിച്ചു. അപ്പൊ ഏത് നല്ല കാര്യങ്ങൾ വന്നാലും അതിനെല്ലാം അവർ ബഹിഷ്കരിക്കുകയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും യഥാർത്ഥത്തിൽ അവരുടെ ചുമതല നിർവഹിക്കാത്ത ഒരു ക്രിയാത്മക പ്രതിപക്ഷമല്ല ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പൊതുവിൽ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ മിനിസ്റ്റർ എടുത്തു പറയാനുള്ളത്, അതായത് കേന്ദ്രത്തിനെതിരായുള്ള ഈ അവഗണനയ്ക്കെതിരെ കേന്ദ്രവിരുദ്ധ സമരം പറഞ്ഞു. പക്ഷേ ആ സമരം ഒരു സമ്മേളനമായി മാറിയിരിക്കുന്നു എന്ന പരിഹാസമാണ് വി.ഡി. സതീശൻ സഭയിൽ ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം. അത് അദ്ദേഹം അവരും വിചാരിക്കുന്നില്ലേ, ഞങ്ങൾ പ്രഖ്യാപിച്ച സമരം തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. ആ സമരമുഖത്തേക്ക് ദേശീയ തലത്തിൽ ഇന്ത്യ സംവിധാനത്തിലെ വിവിധ BJP ഇതര മുഖ്യമന്ത്രിമാരായിരുന്നവരും അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ളവരും ചില കക്ഷി നേതാക്കളെല്ലാം ക്ഷണിച്ചു. അവരെല്ലാം വന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ സമ്മേളനം എന്ന വ്യാഖ്യാനം കൊടുത്തത്. പക്ഷേ ഞങ്ങൾ പ്രഖ്യാപിച്ചത് സമരമാണ്. ആ സമരത്തിൽ നിന്നൊരു മാറ്റവുമില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രി ചേർന്ന് സമരമാണ് കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഇവരെല്ലാം വന്ന് അഭിവാദ്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് എങ്ങനെ സമ്മേളനമായി മാറ്റുന്നത്? അവർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട്, ഖാർഗെ അടക്കം. അപ്പൊ അങ്ങനെ വിവിധ ആളുകളെ ക്ഷണിച്ചതുകൊണ്ട് സമ്മേളനമായി മാറുമോ? അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പരിഹാസ രൂപത്തിലും ആക്ഷേപ രൂപത്തിലും കൊണ്ടുവരുന്നത് അത് അവരുടെ സ്ഥിരം ജോലിയാണ്. അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ ഇത് പങ്കെടുക്കാൻ അവരെ ക്ഷണിച്ചതല്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ക്ഷണിച്ച് ന്യായമായി കേരളത്തിന്റെ താല്പര്യത്തോടും വികാരത്തോടും അവർ യോജിക്കുന്നെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നതിൽ എന്താ തെറ്റ്? അവർ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല, എല്ലാത്തിലും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉയർത്താൻ കോൺഗ്രസിന്റെ 18 MPമാരുണ്ടായിരുന്നിട്ട് പാർലമെന്റിൽ അവർ തയ്യാറായില്ല. അത് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നു. അതാണ് വസ്തുത. ഒരു കാര്യം കൂടി, ഈ ഗവർണർ റിപ്പബ്ലിക് ദിനത്തിൽ സാധാരണയായി ചായ സൽക്കാരം നടത്താറുണ്ട്. അതിൽ സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ പങ്കെടുക്കും? ഇല്ല, എനിക്ക് കോട്ടയത്താണ് ഫ്ലൈ ഹോസ്റ്റിംഗ് നിർണയിച്ചിട്ടുള്ളത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഞാൻ കോട്ടയത്താണ് പങ്കെടുക്കുക. അതുകൊണ്ട് ഞാനതിൽ ഇവിടെ കോട്ടയത്ത് ഇവിടെ ഓടി വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പങ്കെടുക്കില്ല. അക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ എന്തെങ്കിലും കൂടിയാലോചനയോ ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല. അക്കാര്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം. അതായത് ഈ ഗവർണറുമായിട്ടുള്ള പോര് ഇങ്ങനെ തന്നെ തുടരും എന്നാണോ പറയുന്നത്? ഇല്ല, ഗവൺമെന്റിന് യാതൊരു പോരുമില്ലല്ലോ. ഗവർണർ ചില കാര്യങ്ങളിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു. ഭരണഘടനയെ അദ്ദേഹം മാനിക്കുന്നില്ല, നിയമസഭയെ മാനിക്കുന്നില്ല. ഞങ്ങൾ പാസ്സാക്കി ഐകകണ്ഠേന കൊടുത്തിട്ടുള്ള ബില്ലുകൾ എന്തിനാണ് തടസ്സപ്പെടുന്നത്? പതിവ് ബില്ല് എന്തിനാണ് ആ പ്രശ്നത്തിലൊരു തർക്കം പറയുന്നത്? സഹകരണ ബില്ല് ഞങ്ങൾ യോജിച്ച് പാസ്സാക്കിയതാണ്. ഇതെല്ലാം അങ്ങ് സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് പാസ്സാക്കിയാൽ കേരളത്തിന്റെ ആകെ വികാരങ്ങളാണ് അവിടെ മുമ്പിലെത്തുക. അതിൽ ഒറ്റപ്പെട്ട രൂപത്തിൽ ഗവർണർ എന്തിനാണ് അതിനെ ഈ രൂപത്തിലേക്ക് പിടിച്ചുവെക്കുകയും അതിൽ ഒപ്പിടാതിരിക്കുകയും അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത്? അത്തരം ശൈലികളെ ഗവർണറോടല്ല എതിർപ്പ്, ഗവർണറുടെ സമീപനത്തോടാണ്, അയാളുടെ നയപരമായ നിലപാടിനോടാണ് നമുക്ക് എതിർപ്പ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി നിലപാട് വ്യക്തമാക്കിയത്. ഡാൻ കുര്യനാണ് മന്ത്രിയുമായി സംവദിച്ചത്. ഇടുക്കി ശാന്തൻപാറയിലെ CPM ഓഫീസ് നിർമ്മാണം NOCക്കായുള്ള അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് NOCക്ക് അപേക്ഷിച്ചത്. ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണം എന്ന് കണ്ടെത്തിയാണ് നിരസിച്ചത്. കെട്ടിടം നിർമ്മിച്ചതിൽ 12 ചതുരശ്ര മീറ്റർ പട്ടയമില്ലാത്ത ഭൂമിയിൽ 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് കൈവശം വെച്ചിരിക്കുന്നതായും കണ്ടെത്തി. ഹൈക്കോടതി നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ ശാന്തൻപാറയിലെ CPM ഓഫീസ് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചു.
കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ശാന്തൻപാറയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുന്ന വിവരം അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കോടതി ഇടപെടുകയും ചെയ്തു. തുടർന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുകയും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും വീണ്ടും നിർമ്മാണം നടത്തിയാൽ ഭൂമിയുടെ ഉടമസ്ഥനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഉടമസ്ഥതയിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 8 സെന്റ് ഭൂമിയുള്ളത്. പിന്നീട് നിർമ്മാണ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് CPM 2 മാസം മുൻപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ നേതാവ് VN മോഹനൻ കേസിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കളക്ടർക്ക് NOCക്കുള്ള അപേക്ഷ നൽകി. എന്നാൽ ഭൂപതിവ് ചട്ടപ്രകാരം നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ NOC നിഷേധിച്ചത്. ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ഗാർഹികേതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. ഇതുകൂടാതെ കെട്ടിടം നിർമ്മിച്ച വസ്തുവിലുള്ള 12 ചതുരശ്ര മീറ്റർ ഭൂമിക്ക് പട്ടയമില്ലെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി നമ്മൾ പോകുന്നത് രസകരമായ ഒരു വാർത്തയിലേക്കാണ്. രസകരം എന്നതിനപ്പുറം നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു കരുത്ത് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടി എന്ന് പറയാം. നമ്മൾ സാധാരണയായി അതിക്ഷ്യോക്തി പറയാറില്ലേ, ഇനി എന്നാ മൂക്കിൽ പല്ല് കിളിച്ചിട്ടോ എന്ന്. പക്ഷേ ശരിക്കും ഇനി അത് അതിക്ഷ്യോക്തി അല്ല എന്നുള്ളതാണ്. കാരണം മൂക്കിൽ ശരിക്കും പല്ല് കിളിച്ചിരിക്കുകയാണ്. അടൂരാണ് സംഭവം. 37-കാരിയായ യുവതിക്കാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം സംഭവിച്ചിരിക്കുന്നത്. മൂക്കിൽ നിന്ന് പല്ലെന്തായാലും വിജയകരമായി അടൂർ ജനറൽ ആശുപത്രിയിൽ നീക്കം ചെയ്തിട്ടുണ്ട്. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ MR ഹരീഷാണ് 37-കാരിയുടെ മൂക്കിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പല്ല് പുറത്തെടുത്തത്. 1 മണിക്കൂർ മാത്രമാണ് പല്ലെടുക്കാനും മറ്റ് അനുബന്ധ പരിശോധനയ്ക്കും വേണ്ടി വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. പല്ലിന് 1 സെന്റിമീറ്ററോളം നീളമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശസ്ത്രക്രിയ നടന്നത്. യുവതി ആരോഗ്യവതിയാണെന്നും മൂക്കിലേക്ക് പല്ല് വളർന്നു കയറുന്നത് അപൂർവമാണെന്നും ഡോക്ടർ വ്യക്തമാക്കി. അതൊരു 4 വർഷമായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആയിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് വരുന്ന കണ്ടീഷൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ക്ലിനിക്കൽ ഫൈൻഡിങ്സിലും മറ്റ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടതിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു സൈനസൈറ്റിസ് ആണെന്നുള്ള ഒരു ഇനിഷ്യൽ ഡയഗ്നോസിസിൽ ട്രീറ്റ് ചെയ്ത് വിട്ടിരുന്നു. പക്ഷേ സിംറ്റം പെർസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു എൻഡോസ്കോപ്പി ചെയ്യാനും CT സ്കാൻ എടുത്ത് നോക്കാനും കാരണം. അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു മൂക്കിനകത്തു നിന്നൊരു CTക്കകത്തൊരു ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ തിയേറ്ററിൽ കൊണ്ടുപോയി റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണിത് നമുക്ക് മൂക്കിനകത്ത് പല്ല് വളർന്ന് വരുന്ന ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ വീഡിയോസാണ് ഇപ്പം നമ്മളുള്ളത്. പല്ല് ആ തുടക്കത്തിലുള്ള ഭാഗം കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സ്മെല്ല് ശരിക്കും പേഷ്യന് ഇത്രയും നാളും ആ സ്മെല്ലിൻ്റെ ഒരു റീസൺ അതായിരുന്നു ശരിക്കും. പിന്നീട് ആ പല്ല് ശരിക്കും താഴോട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് ആ പല്ലിൻ്റെ കംപ്ലീറ്റ് പല്ലും റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. കൊച്ചി ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലം ക്യാമറ കണ്ട അസുലഭമായ കാഴ്ചകളാണ് ചിത്രങ്ങളായി നിറയുന്നത്. സാധാരണ ഒരു ചിത്രത്തിനപ്പുറം ഒരു വാർത്താ ചിത്രം എന്തെല്ലാം പറയുന്നുണ്ടെന്ന് കാഴ്ചക്കാരനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ ചിത്രവും. എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കമനോവിച്ച് ഉദ്ഘാടനം ചെയ്തു. The picture tells 1,000 words, and when you see that in today's let's say world, anybody can take a picture, anybody can take a photo, but not everybody can take a photo that will tell those 1,000 words. മുതിർന്ന ഫോട്ടോഗ്രാഫറായ VS ഷൈൻ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരം കൈവിടർത്തുന്ന കാലമെന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൊച്ചിയിലെ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന
33 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 66 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ പോലീസിന്റെ മർദ്ദന വിവരം മജിസ്ട്രേറ്റിന് മുൻപിൽ പറഞ്ഞതിന് ജയിൽ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. വെള്ളറട സ്വദേശി സജിൻ ദാസിനാണ് മർദ്ദനമേറ്റത്. ശ്വാസതടസ്സമുള്ള സജിൻ ദാസിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2012 സജിൻ പ്ലാമൂട്ടുകടയിൽ പ്രവർത്തിക്കുന്ന ആപ്കോസ് എന്ന സൊസൈറ്റിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ചിട്ടിയെടുക്കുകയും ചിട്ടിത്തുകയായി 75,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. മാസം തോറും തവണ മുടങ്ങാതെ അടച്ചുവെങ്കിലും കോവിഡ് കാലത്ത് 2 വർഷം തവണയിൽ മുടക്കം വന്നു. കോവിഡ് കഴിഞ്ഞതോടെ വീണ്ടും പണമടച്ചു തുടങ്ങി. ഇനിയും 28,000 രൂപ അടച്ചു തീർക്കാനുള്ളതായും സൊസൈറ്റിയോട് സാവകാശം ചോദിച്ചിരുന്നതായും സജിൻ പറയുന്നു. ഇത് വകവയ്ക്കാതെ 19-ന് വെള്ളറട പോലീസുമായി ബാങ്ക് അധികൃതർ ജപ്തിക്കായെത്തി. വീടിനുള്ളിൽ കയറി സാധന സാമഗ്രികളെടുത്ത് ലോറിയിൽ കയറ്റി വാഹനം മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ സജിൻ തടഞ്ഞു. തുടർന്ന് വാക്കേറ്റമായതോടെ സജിനെ വെള്ളറടയിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതായി സജിൻ പറയുന്നു. നമ്മുടെ പണ്ട് ഒരു ചിട്ടി എടുത്തിട്ടുണ്ട്, 2012 ഒരു ചിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ആപ്കോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ ഈ ചിട്ടി മുടക്കമായി അതിൽ 28,000 രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജപ്തിക്ക് വന്നതെന്ന് പറയും. സ്വാഭാവികമായിട്ട് അവിടെ ആൾക്കാർ കൂടി, പോലീസ് നിൽക്കുന്ന കാരണം ആൾക്കാർ കൂടി. എന്ത് കാര്യം എന്നറിയത്തില്ല. അപ്പം ചോദിച്ചപ്പം ലേഡി തന്നെ പറഞ്ഞ് ജപ്തി നടപടിയായിട്ട് വന്നതെന്ന് പറയും. അപ്പോഴേക്കും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവരൊരു ഗുഡ്സ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ പറക്കിയെടുത്തു. ആ പോലീസുകാർ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരു വണ്ടി വേണമെങ്കിൽ വണ്ടി എടുത്തോന്ന് പറയും. അത് ഫുള്ളും വീഡിയോയിലുണ്ട്. അപ്പോൾ താക്കോൽ ഊരിയപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. എടുക്കുകയാണെങ്കിൽ അത് കേസിൻ്റെ രീതിയിൽ പോകുമെന്ന് പറയും. അത് വേറെ ആളുടെ പേരിലിരിക്കുന്ന വണ്ടിയാണ്, എൻ്റെ പേരിലുള്ള ഒരു സാധനം ഇവിടെ ഇല്ലയെന്ന് പറയും. അപ്പോൾ അവർ ഇപ്പം തന്നെ കാണിച്ചു തരാമെന്ന് പറയും. പിന്നെ സംസാരങ്ങൾ ഒത്തിരി രൂക്ഷമായപ്പോൾ പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. പോലീസുകാർ വന്നപ്പോൾ ഇടിച്ച് ഷട്ടെല്ലാം വലിച്ചു കയറി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയന് വന്നു, പുള്ളിയെ എടുത്ത് ജീപ്പിനകത്ത് കയറ്റി. പിറ്റേ ദിവസം സജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് മർദ്ദനത്തിനിരയായ കാര്യം സജിൻ കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു. ഈ കാരണത്താൽ ജയിലിലെത്തിയ ശേഷം 3 വാർഡന്മാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മാപ്പ് ചോദിക്കാൻ പറഞ്ഞാണ് ക്യാമറയില്ലാത്ത മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചതെന്ന് സജിൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയ സജിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനാൽ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി, DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂരിൽ റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് ജോലി നേടിയ സംഭവത്തിൽ 4 പേർക്കെതിരെ കേസ്. തിരുവനന്തപുരം സ്വദേശികളായ 3 പേർക്കും റേഷൻ കാർഡ് ഉടമയായ തൃശൂർ കുന്നംകുളം സ്വദേശിക്കുമെതിരെയാണ് കേസെടുത്തത്. റേഷൻ കാർഡിൽ പേരും മേൽവിലാസവും ചേർത്ത് തലപ്പിള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് താൽക്കാലിക നിയമനം സമ്പാദിക്കുകയായിരുന്നു. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടിയ സംഭവത്തിലാണ് 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തത്. കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശി റീന വർഗീസ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ രതീഷ്, വിദ്യ, എടക്കാട് സ്വദേശി വിമൽ രാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലക്കാരായ 3 പേരും തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കുന്നതിനായാണ് കൃത്രിമം കാണിച്ചത്. കേസിലെ 4ാം പ്രതിയും 3 പേരുടെയും ബന്ധുവുമായ റീന വർഗീസിന്റെ റേഷൻ കാർഡിലായിരുന്നു കൃത്രിമം. റേഷൻ കാർഡിൽ 3 പേരും പേരും മേൽവിലാസവും ചേർത്ത് തലപ്പിള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു. തുടർന്നാണ് താൽക്കാലിക നിയമനം സമ്പാദിച്ചത്. തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കാൻ അർഹതയില്ലാത്ത പ്രതികൾ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി സർക്കാരിന് നഷ്ടം വരുത്തിയതായി പോലീസ് കണ്ടെത്തി. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തൃശൂർ സിറ്റി പോലീസ് മേധാവി വഴി കുന്നംകുളം SHOയ്ക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 തൃശൂർ. കർണാടകയിലെ മാണ്ഡിയിൽ സ്വകാര്യ അധ്യാപികയെ കൊന്നുകുഴിച്ചിട്ട സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. അധ്യാപികയായ ദീപികയുടെ മരണത്തിൽ നാട്ടുകാരനും സുഹൃത്തുമായ നിതീഷിനെയാണ് പോലീസ് പിടികൂടിയത്. മാണിക്യഹള്ളി നിവാസികളായ ഇരുവരും തമ്മിൽ 2 വർഷമായി അടുപ്പത്തിലാണെന്നും സൗഹൃദത്തിൽ വിള്ളലുണ്ടായതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ ദീപിക വി ഗൌഡ വൈകിട്ട് തിരിച്ചെത്താതിരുന്നതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ യുവതി ഉച്ചയ്ക്ക് 12 മണിയോടെ മടങ്ങിയെന്നായിരുന്നു വിവരം. ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇതിനിടെ മേലുകോട്ടെ കുന്നിന് സമീപം അധ്യാപികയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല.
സംഭവസ്ഥലത്ത് ഒരു വിനോദസഞ്ചാരി പകർത്തിയ വീഡിയോ ക്ലിപ്പിൽ ഒരു യുവതിയും യുവാവും വഴക്കിടുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നത് കേസിൽ വഴിത്തിരിവായി. വീണ്ടും സ്ഥലം വിശദമായി പരിശോധിച്ചപ്പോൾ ഒരിടത്ത് മണ്ണിളകിയ നിലയിൽ കണ്ടു. ഇവിടെ നിന്ന് ദുർഗന്ധം വമിച്ചതും സംശയത്തിനിടയാക്കി. തുടർന്ന് മണ്ണ് നീക്കി പരിശോധിച്ചതോടെയാണ് അധ്യാപികയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ദീപികയെ അവസാനം വിളിച്ചത് പ്രദേശവാസി സതീഷാണെന്നാണ് ഭർത്താവും കുടുംബവും ആരോപിക്കുന്നത്. പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചെങ്കിലും നിതീഷ് ഒളിവിൽ പോയിരുന്നു. പോലീസ് നടത്തിയ തെരച്ചിലിൽ ഹൊസ്പേട്ടയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നിതീഷും ദീപികയും തമ്മിൽ 2 വർഷമായി അടുപ്പത്തിലായിരുന്നു. ഇക്കാര്യമറിഞ്ഞ ദീപികയുടെ കുടുംബം നിതീഷിന് താക്കീത് നൽകി. ദീപികയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ദീപിക അകലം പാലിച്ചത്. തുടർന്ന് പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. കൊല നടന്ന ശനിയാഴ്ച നിതീഷിന്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആഘോഷിക്കാനാണെന്ന് പറഞ്ഞാണ് ദീപികയെ മേലുകോട്ടെ കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇവിടെ വച്ചുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് 18 ബംഗളൂരു. അസമിലെ ഉൾഫ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പൊക്കി കേരള പോലീസിന്റെ കളമശ്ശേരി സ്ക്വാഡ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം 1.5 വർഷമായി അസമിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെയാണ് അതിസാഹസികമായി പിടികൂടിയത്. പ്രാദേശിക പോലീസ് പോലും കടന്നു ചെല്ലാൻ പേടിച്ചിരുന്ന സ്ഥലത്തായിരുന്നു കേരള പോലീസിന്റെ ഓപ്പറേഷൻ. 2022 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കളമശ്ശേരി ചേനക്കാല റോഡിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന പ്രതി മഹേശ്വരൻ സൈക്കിയ സമീപത്ത് താമസിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അസമിലേക്ക് കടന്നു. അസമിൽ അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള ഉൾഗ്രാമത്തിൽ ഉൾഫ ബോഡോ തീവ്രവാദി ഗ്രൂപ്പുമായി ബന്ധമുള്ള ബന്ധുവിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഇയാൾ. പ്രാദേശിക പോലീസ് പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഉൾഗ്രാമമായിരുന്നു ഇത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബറിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം കഴിഞ്ഞ 9-നാണ് അസമിലേക്ക് തിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയും ഭാഷാ പ്രശ്നവും പ്രതിയെ കണ്ടെത്താൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അസംകാരനായ ഡ്രൈവറും സ്വകാര്യ വാഹനവും കിട്ടിയതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. വേഷം മാറി പ്രതിയുടെ ഗ്രാമത്തിലെത്തി പ്രതിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും മനസ്സിലാക്കി അടുത്ത ദിവസം മറ്റൊരു വാഹനത്തിൽ പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. സംഭവം അറിഞ്ഞ പ്രദേശവാസികൾ തടഞ്ഞെങ്കിലും അതെല്ലാം മറികടന്നാണ് കിലോമീറ്റർ അപ്പുറമുള്ള പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചത്. അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ട്രാൻസിറ്റ് വാറണ്ടിൽ കേരളത്തിലേക്ക്. കളമശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. DCP കെ സുദർശന്റെ മേൽനോട്ടത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ ജി, സബ് ഇൻസ്പെക്ടർമാരായ വിനോദ് എ, സുബൈർ വി എ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു VS, ശ്രീജിത്ത്, CPOമാരായ മാഹിൻ അബൂബക്കർ, അരുൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എന്തൊക്കെ പഴി കേൾപ്പിച്ചാലും സാഹസികരായ ഒരുപറ്റം പേർ എക്കാലവും കേരള പോലീസിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്ത് കേരളത്തിൽ നിന്ന് മുങ്ങുന്നവരെ എവിടെയായാലും കൃത്യമായി പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്നത്. അതിൽ ഒടുവിലത്തെ കഥയാണ് അസമിലെ കളമശ്ശേരി സ്ക്വാഡിന്റെ ഓപ്പറേഷൻ. ന്യൂസ് 18 കൊച്ചി. വയനാട് പുൽപ്പള്ളിയിൽ കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. കാപ്പിസെറ്റ് ചെത്തിമറ്റം പുത്തൻപുരയിൽ വീട്ടിൽ ശിവദാസ്, ഭാര്യ സരസു എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ പുൽപ്പള്ളി പോലീസും KSEBയും അന്വേഷണം ആരംഭിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. ഇവരുടെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. ഇതിലേക്ക് വൈദ്യുതി പ്രവാഹമുണ്ടെന്നറിയാതെ അബദ്ധത്തിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. സരസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ശിവദാസിനും ഷോക്കേറ്റത്. KSEBയുടെ സപ്ലൈ സോക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് അവരുടെ കൃഷിസ്ഥലത്തിന് ചുറ്റും ഫെൻസിങ് ആയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. ഇവരത് ഓഫാക്കാൻ മറന്നുപോയതുകൊണ്ട് തന്നെ മറ്റൊരു പണിക്ക് വേണ്ടിയിട്ട് ഈ ഫെൻസിങ് ക്രോസ് ചെയ്ത് പോയപ്പോൾ അതിൽ തട്ടി വീണ് ഷോക്ക് അടിക്കുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദമ്പതിമാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. സരസുവിനെ പുൽപ്പള്ളിയിലെയും ശിവദാസിനെ ബത്തേരിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിൽ നിന്നുള്ള വൈദ്യുതി നേരെ ഇരുമ്പ് വേലിയിലേക്ക് കടത്തിവിടുകയായിരുന്നു. ഇത് ഓഫ് ചെയ്യാൻ വിട്ടുപോയതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. ന്യൂസ് 18 വയനാട്.
ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മലപ്പുറം വളാഞ്ചേരി കാവുംപുറം ആദവനാട് റോഡിലാണ് സംഭവം. പള്ളിപ്പുറം സ്വദേശി ഫിറോസ് ഖാനെയാണ് പിടികൂടിയത്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ നിർമ്മാണ സാമഗ്രികളാണ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പള്ളിപ്പുറം സ്വദേശി ഫിറോസ് ഖാനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഫിറോസ് ഖാന്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകുന്നത് പതിവാണെന്ന് സ്ഥലം കൗൺസിലർ പറയുന്നു. ഇത് നമ്മുടെ KNRC കമ്പനിക്കാരുടെ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് ഇരുമ്പിൻ്റെ ഉരുപ്പടികളെ സ്ഥിരമായി കളവ് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉരുപ്പടികൾ ഒരു ഭാഗത്ത് ശേഖരിച്ചുകൊണ്ട് മറ്റൊരു വണ്ടി വിളിച്ചു കൊണ്ടുവന്ന് കയറ്റി പോകുന്ന സമയത്ത് പ്രദേശവാസികൾ ഇത് മോഷണമാണെന്ന് തിരിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ ഒരാളെ പിടിക്കുകയും മറ്റു 2 പേര് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പുപടികൾ കെട്ടിട നിർമ്മാണത്തിനാണ് എന്ന വ്യാജേനയാണ് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സാമഗ്രികൾ ശേഖരിച്ച് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടയിൽ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരെത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കമ്പനി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് 18 തിരൂർ. ആനകൾ കായൽ നീന്തി കയറുന്നത് കാണാൻ വിദേശികളടക്കം ആയിരങ്ങളെത്തി. കൊല്ലം പേഴുംതുരുത്ത് ദുർഗാദേവി ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായാണ് കായൽ നീന്തിക്കടന്ന് ഗജവീരന്മാർ എത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം ഇന്നും നിലനിന്നു പോരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരദേവതയുടെ വിഗ്രഹവുമായി നാടുവിട്ട കുടുംബം മൺട്രോ തുരുത്തിലെത്തിയെന്നും വിഗ്രഹം തലയിലേറ്റി കായൽ നീന്തിക്കടന്ന് പേഴും തുരുത്തിൽ എത്തിയെന്നുമാണ് വിശ്വാസം. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഉത്സവ ദിവസം ഗജവീരന്മാരെ കായൽ നീന്തിക്കടത്തുന്നത്. വിദേശികളടക്കം നിരവധി പേരാണ് ഇത് കാണുവാനായി എത്തുന്നത്. പണ്ട് ഇടിയക്കടവ് പാലം തൊട്ട് ഇറങ്ങി കായലിൽ കൂടെ ഇറങ്ങി കയറിയാണ്. അന്ന് അവിടെയും പാലം ഇല്ലാത്ത സമയത്ത് 67-ലാണ് അവിടെ പാലം വരുന്നത്. അപ്പോൾ അതിനുശേഷം അന്ന് അവിടം തൊട്ട് ഇറങ്ങി കയറി ഈ കായലിൽ കൂടെ ഈ ചെറിയ തോടൊക്കെ കടന്നാണ് ഈ ആനകളെല്ലാം കൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വലിയ ഐതിഹ്യം. അതാണ് ഇപ്പോഴും. കൊല്ലം പേഴുംതുരുത്ത് ദേവീക്ഷേത്രത്തിലെ മകരത്തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ. ഗജഘോഷയാത്രയും കെട്ടുകാഴ്ചകളും കായലിന് കുറുകെ നിർമ്മിച്ച ഇടച്ചാൽ പാലത്തിലൂടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം തന്ത്രി അഷ്ടമുടി ഇടമനമഠം ദേവിദാസൻ പണ്ടാരത്തിൽ, മേൽശാന്തി കിഴക്കേവിള അനിൽകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് പെരുമുടിയൂർ ഗ്രാമത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കുമുള്ള വഴി റെയിൽവേ അടയ്ക്കുന്ന സംഭവത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചു. റെയിൽവേയുടെ നടപടിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. യാത്രാ സൗകര്യത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും പ്രദേശത്തെ ജനങ്ങളും റെയിൽ മുറിച്ചു കടന്നാണ് വർഷങ്ങളായി സഞ്ചരിക്കുന്നത്. ഈ വഴി അടയ്ക്കാനുള്ള റെയിൽവേ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പടികൾ റെയിൽവേ പൊളിച്ചു. ഇതോടെ ജനങ്ങളുടെ സഞ്ചാരം ദുരിതത്തിലായി. ബദൽ മാർഗം കണ്ടെത്തുന്നതിനായി ജനപ്രതിനിധികൾ വിവിധ സാധ്യതകൾ തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മെട്രോമാൻ ഇ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചത്. പ്രദേശത്തെ 2 സ്കൂളിലുമായി 2500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടേക്കെത്തുന്ന ഭൂരിഭാഗം കുട്ടികളും റെയിൽ മുറിച്ചാണ് കടന്നെത്തുന്നത്. റെയിൽ മുറിച്ചു കടന്നുള്ള വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണെന്ന കാര്യം ബന്ധപ്പെട്ടവർ ഇ ശ്രീധരനെ ധരിപ്പിച്ചു. റെയിൽപാതയുടെ ഇരുവശങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. യാത്രാമാർഗത്തിനാവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനായി റെയിൽവേ മേൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. തദ്ദേശ സാരഥികളും നാട്ടുകാരും സ്കൂൾ അധികൃതരും സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി കേന്ദ്രത്തിനെതിരായ കാര്യമായിട്ടുള്ള ഒരു വിമർശനം